താങ്കൾക്കെതിരെ അന്വേഷണം വന്നാൽ താങ്കൾ സഹകരിക്കും? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഞാൻ നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെ കൂടി ഞാൻ അറിയിക്കാം. നിങ്ങളിലൂടെ മാത്രമാണ് എനിക്കെതിരെ അന്വേഷണം ഉണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ ചാനലുകാരിൽ നിന്ന് മാത്രമാണ് എനിക്കെതിരെ അന്വേഷണമുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതുമായി ഞാൻ സഹകരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് സഹകരിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിരവധി ആളുകൾ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഒരു ചിത്രം കണ്ടു എന്നുള്ളത് കൊണ്ട് അടൂർ പ്രകാശ് ഇതിനകത്തൊന്നും മാറി നിൽക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ SIT എന്നെ വിളിച്ചാൽ കൃത്യമായുള്ള കാര്യങ്ങൾ ഞാനവിടെ പറയാം. അതിലൊരു സംശയം അല്ലല്ല, ഞാൻ അങ്ങനെ ഉത്തരം ഞാൻ പറഞ്ഞില്ല. നിങ്ങളത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട. ഇല്ല, ഞാൻ ഒന്ന് പറയട്ടെ. ഇദ്ദേഹത്തിന് ഈ റിപ്പോർട്ടർ ചാനലിനെ ഒരു ഇച്ചിരി കുഴപ്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യം പറയട്ടെ, സോണിയാഗാന്ധിയെ എന്തിനു കണ്ടു എന്ന് എന്നോട് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചോ? ഞാനല്ലല്ലോ പറയേണ്ടത്. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട്, ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ഇവിടെ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ്, അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഇല്ല, അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സോണിയാഗാന്ധിയോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇയാൾ അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു, ഇങ്ങനെ നാളെ അപ്പോയിൻമെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ് എന്ന്. അതെ. ഈ സ്ഥലം MP പോലും അറിയാതെ അവർ പെർമിഷൻ എടുക്കുന്നു, പിന്നീടാണ് താങ്കളെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ വരുന്നു, എത്രയോ ആളുകൾ അവിടെ അപ്പോയിൻമെൻറ്റ് വാങ്ങി ഓരോ ദിവസവും സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയുടെ മുമ്പിൽ പോയി അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന അല്ല, ഇത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതിന് മുമ്പ് കയറി വെടിവെക്കാതിരി അതിന് മുമ്പ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. പക്ഷേ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിൻ്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ഇന്നിപ്പോൾ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെൻറ്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, ആരാണെന്നോ. അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ, ഏതാ, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? അല്ലല്ല, പേര് പറയാനില്ല. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ പാലം പണിയാൻ വേണ്ടി പോയത് ആരാ? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുക. ഈ
പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഫോൺ കോൾ ചെയ്തിട്ടുള്ളത്. ഈ ജോൺ ബ്രിട്ടാസിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കൂടെ പരിശോധിക്കേണ്ട ഒരുപാട് പേരുടെ ഫോട്ടോ ഇല്ലേ? ഫോട്ടോ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ഇല്ലേ? മുഖ്യമന്ത്രി നേരെ ഇറങ്ങി വന്ന് ഓഫീസിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാഹനത്തിൻ്റെ കീ ഏറ്റുവാങ്ങാൻ വേണ്ടി പോയില്ലേ? താങ്കൾ UDF കൺവീനർ എന്ന നിലയ്ക്ക് കൂടി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസും ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം. അല്ല, അത് അന്വേഷിക്കണം. അതും അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ അടൂർ പ്രകാശിനെ കുറിച്ച് SIT അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണം.